നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി. ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണം. ബില്ലുകൾ പിടിച്ചുവെച്ചാൽ അതിന് വ്യക്തമായ കാരണം ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിക്കണം. രാഷ്ട്രപതിക്ക് സമ്പൂർണ്ണ വീറ്റോ അധികാരമില്ല. ബില്ലുകളിൽ തീരുമാനം വൈകിയാൽ സംസ്ഥാന സർക്കാരിന് അത് കോടതിയിൽ ചോദ്യം ചെയ്യാമെന്നും കോടതി വ്യക്തമാക്കി. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോടതിയുടേത് അതിരുകടന്ന നടപടിയാണ്. എല്ലാം കോടതികളാണ് തീരുമാനിക്കുന്നതെങ്കിൽ പാർലമെന്റിന്റെ ആവശ്യമില്ലെന്നും ഗവർണർ വിമർശിച്ചു. ഹിന്ദുസ്ഥാൻ ടൈംസ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഗവർണറുടെ വിമർശനം. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ചരിത്ര നീക്കവുമായി തമിഴ്നാട് സർക്കാർ. ഗവർണറുടെ അനുമതിയില്ലാതെ ബില്ലുകൾ നിയമമാക്കി. ഇതാദ്യമായാണ് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാകുന്നത്. ഗവർണർ RN രവി ഒപ്പിടാതെ തടഞ്ഞുവെച്ച 10 ബില്ലുകളാണ് സുപ്രീം കോടതിയുടെ അനുമതിയോടെ നിയമമായിരിക്കുന്നത്. ബില്ല് തടഞ്ഞുവെച്ചതിൽ തമിഴ്നാട് ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയതിന് പിന്നാലെയാണ് ബില്ലുകൾ നിയമമായത്. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെയുള്ള ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ പരാമർശത്തിന് മറുപടിയുമായി മന്ത്രി പി രാജീവ്. ബില്ലിൽ അനന്തമായി അടയിരിക്കുമ്പോൾ ജനാധിപത്യം ഇല്ലാതെയാകുമെന്നും മന്ത്രി. ശതാബ്ദി നിറവിൽ കോഴിക്കോട് രൂപതയ്ക്ക് ആഗോള സഭയുടെ അംഗീകാരം. കോഴിക്കോട് രൂപത ഇനി മെത്രാപ്പൊലീത്തൻ അതിരൂപത. വത്തിക്കാനിലും കോഴിക്കോട്ടും ഒരേ സമയം പ്രഖ്യാപനം. മാർപ്പാപ്പയുടെ പ്രഖ്യാപനം വായിച്ചത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി ഉയർത്തി. വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിന്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൽപ്പറ്റ എസ്റ്റേറ്റിൽ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ഭൂമി സർക്കാർ ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ജോലികൾ തുടങ്ങിയത്. അതിനിടെ ഭൂമി ഏറ്റെടുക്കലിൽ തടസ്സ ഹർജിയുമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകാനുള്ള എൽസ്റ്റൺ ഗ്രൂപ്പിന്റെ നീക്കം മുന്നിൽ കണ്ടാണ് നടപടി. മാസപ്പടി കേസിലും PM ശ്രീ പദ്ധതിയിലും ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി. മാസപ്പടി കേസിൽ ബിനോയ് വിശ്വത്തിന് ഉത്കണ്ഠ വേണ്ട. കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വീണയ്ക്ക് അറിയാമെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷം പൂർണ്ണ പിന്തുണ നൽകുമെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. PM ശ്രീ നടപ്പാക്കുന്നതിൽ ബിനോയ്ക്ക് വ്യത്യസ്ത അഭിപ്രായമാണെന്നും പ്രതിപക്ഷ നേതാവ് പറയേണ്ട കാര്യങ്ങൾ ബിനോയ് വിശ്വം ഏറ്റെടുക്കേണ്ടെന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിനെ പ്രതിഷേധ കടലാക്കി പൗരസാഗരത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. കേരളം ആശാമാർക്കൊപ്പം എന്ന പേരിൽ സംഘടിപ്പിച്ച പൗരസാഗരം എഴുത്തുകാരി ഖദീജ മുംതാസ് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട സ്ത്രീകളോട് ഡൽഹിയിൽ സമരം ചെയ്യാൻ പറയുകയല്ല വേണ്ടതെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദ്. വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരത്ത് നടത്തുന്ന സമരം 11ാം ദിവസവും തുടരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപ്പുകല്ലിൽ ഒറ്റക്കാലിൽ നിന്ന് സമരം ചെയ്ത ഉദ്യോഗാർത്ഥികൾ. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് നിയമനം നടത്തണമെന്നാണ് ആവശ്യം. ആലപ്പുഴ കായംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ കുട്ടി മരിച്ച സംഭവം ചികിത്സാ പിഴവ് മൂലമെന്ന് ബന്ധുക്കൾ. കണ്ണമ്പള്ളി സ്വദേശി അജിത് ശരണ്യ ദമ്പതികളുടെ മകൾ ആദിലക്ഷ്മിയാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 10ാം തീയതിയാണ് കുട്ടിയെ പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നാലെ ആരോഗ്യനില മോശമാവുകയും കുട്ടിയെ ICUയിലേക്ക് മാറ്റുകയും. മലപ്പുറത്ത് യുവതിയെ ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെ പോലീസ് കേസെടുത്തു. യുവതിയുടെ മൊഴി കേസെടുത്തത് പ്രകാരം മലപ്പുറം വനിതാ സെല്ലാണ് കേസെടുത്തത്. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ, നിയമവിരുദ്ധ വിവാഹബന്ധം വേർപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. കൊല്ലത്ത് BSNL ജീവനക്കാരിയെയും കുടുംബത്തെയും ആക്രമിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ. ഏപ്രിൽ 7-നാണ് മരണവീട്ടിൽ പോയി മടങ്ങിയ 5-അംഗ കുടുംബത്തെ പ്രതികൾ ആക്രമിച്ചത്. മറ്റൊരാളോടുള്ള വൈരാഗ്യത്തിലാണ് യാതൊരു ബന്ധവുമില്ലാത്ത കുടുംബത്തെ പ്രതികൾ ആക്രമിച്ചത്. സ്ത്രീകൾ അടക്കം അതിക്രമത്തിനിരയായിട്ടും വേണ്ട വകുപ്പുകൾ ചുമത്തിയില്ലെന്ന് പരാതികൾ.
തൊടുപുഴ ബിജു കൊലപാതക കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായത് ജോമോന്റെ ബന്ധുവും ബിസിനസ് സഹായിയുമായ പ്രവിത്താനം സ്വദേശി എബിൻ. കൊലപാതകത്തിന് ശേഷം ജോമോൻ ആദ്യം കൊലപാതക വിവരം അറിയിച്ചത് എബിനെ എന്ന് പോലീസ്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ചെന്ന പരാതിയിൽ യുവതിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസ്. കോഴിക്കോട് സ്വദേശി ജസ്ന സലീമിനെതിരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തത്. ഗുരുവായൂർ സ്വദേശിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കിഴക്കേ നടയിൽ ബാങ്കിന്റെ ഭണ്ഡാരത്തിന് മുകളിലുള്ള കൃഷ്ണവിഗ്രഹത്തിൽ കടലാസ് മാല ചാർത്തുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്ന പരാതിയിലാണ് കേസ്. കോൺഗ്രസിന് കനത്ത തിരിച്ചടി. വിവാദമായ നാഷണൽ ഹെറാൾഡ് കേസിൽ സ്ഥാപനത്തിന്റെ സ്ഥാവര സ്വത്തുക്കൾ ഇ.ഡി. ഏറ്റെടുക്കും. 661 കോടിയുടെ വസ്തുക്കൾ ഏറ്റെടുക്കാൻ ഇ.ഡി. നടപടി തുടങ്ങി. കോൺഗ്രസിന്റെ മുഖപത്രമാണ് നാഷണൽ ഹെറാൾഡ്. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമാണ് നടപടി. സ്ഥാവര സ്വത്തുക്കളിൽ ഇ.ഡി. നോട്ടീസ് പതിച്ചു. ഡൽഹി, മുംബൈ, ലക്നൗ എന്നിവിടങ്ങളിലെ ആസ്തികളിലാണ് ഇ.ഡി. നോട്ടീസ് പതിച്ചത്. സംസ്ഥാനത്ത് 70,000 കടന്ന് സ്വർണ്ണവില. പവന് 200 രൂപ കൂടി 70,160 രൂപയിലെത്തി. വ്യാഴാഴ്ച 2,160 രൂപയും വെള്ളിയാഴ്ച 1,480 രൂപയുമാണ് കൂടിയത്. 4,360 രൂപയാണ് 3 ദിവസത്തിനിടെ ഉണ്ടായ വർധന. 1 ഗ്രാം സ്വർണത്തിന് 8,770 രൂപയാണ് വില. വില വർധന US ചൈന വ്യാപാര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ. കൊൽക്കത്തയിലെ സർവേ പാർക്ക് മേഖലയിലെ ബാങ്കിൽ കളിത്തോക്ക് ഉപയോഗിച്ച് കവർച്ചയ്ക്ക് ശ്രമിച്ച 31-കാരൻ അറസ്റ്റിൽ. തപാൽ വകുപ്പ് ജീവനക്കാരനായ ദലിം ബസുവാണ് അറസ്റ്റിലായത്. ഭവന വായ്പ അടയ്ക്കുന്നതിനും മറ്റ് സാമ്പത്തിക കാര്യങ്ങൾക്കുമാണ് ബസുവിനെ കവർച്ചയിലേക്ക് നയിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടു. വഖഫ് നിയമത്തിനെതിരെ ബംഗാളിൽ പ്രതിഷേധം. മുർഷിദാബാദിൽ പ്രതിഷേധത്തിനിടെ നടന്ന ആക്രമണത്തിൽ 3 പേർ മരിച്ചു. 100-ലധികം പേർ അറസ്റ്റിലായി. മുർഷിദാബാദ് ജില്ലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തി. ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെച്ചതായും പോലീസ് അറിയിച്ചു. അക്രമവുമായി ബന്ധപ്പെട്ട് സുദിയിൽ 70 പേരും സംസർഗഞ്ചിൽ 41 പേരും അറസ്റ്റിലായിട്ടുണ്ട്. മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതികളിൽ ഒരാളായ തഹാവൂർ റാണയെ NIA ആസ്ഥാനത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 3 മണിക്കൂറാണ് 12-അംഗ സംഘം ചോദ്യം ചെയ്തത്. റാണയുടെ വ്യക്തിപരവും കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചുമായിരുന്നു ഇന്നലത്തെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യലിൽ റാണ കൃത്യമായി പ്രതികരിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട്. ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുമായുള്ള ബന്ധം, ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ യാത്രയുടെ വിശദാംശങ്ങൾ എന്നിവയെല്ലാം ചോദിച്ചറിയാനാണ് NIAയുടെ ശ്രമം. 2 ക്യാമറകൾ സജ്ജമാക്കിയാണ് റാണയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. വധശിക്ഷയിൽ കുറയാത്ത ശിക്ഷ ഉറപ്പാക്കി കുറ്റപത്രം തയ്യാറാക്കാനാണ് ലക്ഷ്യം. ജമ്മുകാശ്മീരിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാന്റെ പ്രകോപനം. നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തി ഭീകരർ. അഖ്നൂർ സെക്ടറിലെ കിരിബട്ടൽ മേഖലയിലാണ് നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയത്. സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടി. വെടിവെപ്പിൽ ഒരു സൈനികന് വീരമൃത്യു. സുബൈദാർ കുൽദീപ് ചന്ദാണ് വീരമൃത്യു വരിച്ചത്. ഏറ്റുമുട്ടലിൽ സൈന്യം ജയ്ഷെ കമാൻഡർ അടക്കം 3 ഭീകരരെ വധിച്ചു. US ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ചൈന പ്രഖ്യാപിച്ച 125% അധിക തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന സൂചന. ട്രംപ് പ്രഖ്യാപിച്ച പകരം തീരുവ നയം 90 ദിവസത്തേക്ക് മരവിപ്പിച്ച നടപടിയിൽ നിന്ന് ചൈനയെ ഒഴിവാക്കിയതിന് പിന്നാലെയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അമേരിക്കയ്ക്ക് 125% തീരുവ പ്രഖ്യാപിച്ചത്. ഇസ്രയേലിന്റെ സമ്പൂർണ്ണ ഉപരോധം മൂലം സഹായമെത്തുന്നത് നിലച്ചതോടെ ഗാസയിലെ വൈദ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രതിസന്ധി. റെഡ് ക്രോസിന്റെ ഗാസയിലെ ഫീൽഡ് ആശുപത്രിയിൽ മരുന്നുകൾ 2 ആഴ്ചയ്ക്കകം തീരുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ് പ്രസിഡന്റ് മിർജാന സ്പോൾജർ. ഫലസ്തീൻ അനുകൂല പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥി മഹ്മൂദ് ഖലീലിനെ നാടുകടത്താൻ വിധിച്ച US ജഡ്ജി. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന് മഹ്മൂദ് ഖലീലിനെ കസ്റ്റഡിയിലെടുത്ത് 1 മാസത്തിന് ശേഷമാണ് വിധി. അദ്ദേഹത്തെ ദേശീയ സുരക്ഷാ ഭീഷണിയായി കണക്കാക്കി നിർബന്ധിതമായി നാടുകടത്താമെന്ന് ലുസിയാനയിലെ ഇമിഗ്രേഷൻ ജഡ്ജി വിധിച്ചു. യമനിൽ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള തെക്കൻ സനായിലുണ്ടായ വ്യോമാക്രമണങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടു. സനായിലും ചെങ്കടലിലെ കമറാൻ ദ്വീപിലുമാണ് വ്യോമാക്രമണം ഉണ്ടായത്. ആക്രമണങ്ങൾക്ക് പിന്നിൽ അമേരിക്കയെന്ന് ഹൂതികൾ ആരോപിച്ചു.
ഇന്ത്യൻ ട്രെയിനുകളിലെ ഭക്ഷണ വിതരണ സംവിധാനത്തെ പ്രശംസിച്ച വിദേശ പൗരൻ. ഇൻഫ്ലുവൻസറായ ജോർജ് ബക്ലിയാണ് ട്രെയിനിൽ ആവശ്യപ്രകാരം ഭക്ഷണം എത്തിച്ച ഭക്ഷണ വിതരണ കമ്പനിയായ സൊമാറ്റോയെ പുകഴ്ത്തി സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചു. സംയുക്ത സേനാ മേധാവിയായി ഡാൻ കെയ്നിന്റെ നാമനിർദ്ദേശത്തിന് US സെനറ്റിന്റെ അംഗീകാരം. റിപ്പബ്ലിക്കൻ അംഗങ്ങൾക്ക് പുറമെ ഡെമോക്രാറ്റുകളും അനുകൂലിച്ച് വോട്ട് ചെയ്തു. ജനറൽ ചാൾസ് ബ്രൗണിനെ സംയുക്ത സേനാ മേധാവി പദവിയിൽ നിന്ന് നീക്കി ഫെബ്രുവരിയിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കെയ്നെ നാമനിർദ്ദേശം ചെയ്തത്. ഹിന്ദു വിവേചനത്തിനെതിരെ ശിക്ഷ നൽകാൻ ലക്ഷ്യമിട്ട് അമേരിക്കൻ സംസ്ഥാനമായ ജോർജിയ ബിൽ അവതരിപ്പിച്ചു. ബില്ല് പാസ്സായാൽ നിയമപാലകർക്ക് വിവേചന പ്രവൃത്തികൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയും. ഇത്തരത്തിൽ ബിൽ അവതരിപ്പിക്കുന്ന അമേരിക്കയിലെ ആദ്യ സംസ്ഥാനമാണ് ജോർജിയ. 2023 ഹിന്ദുക്കൾക്കെതിരായ വിവേചനത്തിനെതിരെ ജോർജിയ പ്രമേയം പാസ്സാക്കിയിരുന്നു. റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും സംയുക്തമായി ബിൽ അവതരിപ്പിച്ചതും സവിശേഷത. ന്യൂയോർക്കിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ സ്പാനിഷ് വ്യവസായി അഗസ്റ്റസ് എസ്കോബാറും കുടുംബവും മരിച്ച സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി. ഹെലികോപ്റ്ററിന്റെ ഗിയർ ബോക്സിന് കഴിഞ്ഞ സെപ്റ്റംബറിൽ തകരാർ നേരിട്ടിരുന്നതായി ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ. മരിച്ച ഹെലികോപ്റ്റർ പൈലറ്റിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും അധികൃതർ. സുപ്രധാന മാറ്റങ്ങളുമായി വിദേശകാര്യ മന്ത്രാലയം. പാസ്പോർട്ടിൽ നിന്ന് മാതാപിതാക്കളുടെ പേരുകൾ ഒഴിവാക്കും. വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇനി പാസ്പോർട്ടിൽ പങ്കാളിയുടെ പേര് ചേർക്കാനും സാധിക്കും. പുതിയ മാറ്റങ്ങൾക്കായി വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി. ഈ പുതിയ തീരുമാനം പാസ്പോർട്ട് നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണെന്നും അധികൃതർ. ഇന്ത്യയിൽ അഭയം തേടിയ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പുതിയ അറസ്റ്റ് വാറണ്ട്. മകൾ സൈമ വാജിദ് ഉൾപ്പെടെ മറ്റ് 17 പേർക്കെതിരെയും വാറന്റ് പുറപ്പെടുവിച്ചു. തട്ടിപ്പ് നടത്തി ഭൂമി സ്വന്തമാക്കിയെന്നാണ് ഇവർക്കെതിരായ കുറ്റം. ധാക്ക മെട്രോപൊളിറ്റൻ കോടതിയുടേതാണ് നടപടി. മനാമയിൽ താമസ സ്ഥലത്ത് ലഹരിമരുന്ന് സൂക്ഷിക്കുകയും കഞ്ചാവ് കൃഷി നടത്തുകയും ചെയ്ത 5 പേർ അറസ്റ്റിൽ. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് സയൻസ് ജനറൽ ഡയറക്ടറേറ്റിന്റെ ആന്റി നാർക്കോട്ടിക്സ് ഡയറക്ടറേറ്റ് വിഭാഗമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പിടികൂടിയവർ 5 പേരും 28-നും 50-നും ഇടയിൽ പ്രായമുള്ള 5 വ്യത്യസ്ത രാജ്യങ്ങൾ. സൗദിയിൽ ശക്തമായ പൊടിക്കാറ്റ്. രാജ്യത്തിന്റെ വിവിധ പ്രദേശത്ത് പൊടിപടലങ്ങളാൽ അന്തരീക്ഷം നിറഞ്ഞിരിക്കുകയാണ്. തണുപ്പുകാലത്ത് നിന്ന് വേനൽക്കാലത്തിലേക്കുള്ള കാലാവസ്ഥാ മാറ്റത്തിന്റെ സൂചനയായി വരും ദിവസങ്ങളിലും രാജ്യവ്യാപകമായി പൊടിക്കാറ്റ് തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വയനാട് തോൽപ്പെട്ടിയിൽ ജനവാസ മേഖലയിൽ പുലി. തോൽപ്പെട്ടി പ്രദേശവാസിയായ സലാം ആക്കോത്തിന്റെ വീട്ടിലെ CCTVയിൽ ഹൈസ്കൂളിന് സമീപം റോഡിലൂടെ നടന്നു പോകുന്ന പുലിയുടെ ദൃശ്യങ്ങൾ പതിയുകയായിരുന്നു. സ്കൂളിന് സമീപം പുലിയെ കണ്ടതിൽ മാതാപിതാക്കളും കുട്ടികളും ആശങ്കയിലാണ്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ച കാട്ടുപന്നികൾ. അധികൃതർ ഷൂട്ടർമാരെ തേടിയെങ്കിലും ഇതുവരെ ആരെയും ലഭിച്ചിട്ടില്ല. പന്നികളെ പിടികൂടുന്നതിനുള്ള അടിയന്തര നടപടി പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. പാലക്കാട് ഞാവളംതോടിൽ പശുക്കളെ ഇടിച്ച് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ചെന്നൈ പാലക്കാട് ട്രെയിൻ ട്രാക്കിൽ നിലയുറപ്പിച്ചിരുന്ന 13 പശുക്കളെ ഇടിക്കുകയായിരുന്നു. പിന്നാലെ ട്രെയിൻ നിർത്തിയിട്ടു. മീനാക്ഷിപുരം പോലീസിന്റെ നേതൃത്വത്തിൽ പശുക്കളുടെ ജഡം നീക്കി ട്രെയിൻ സർവീസ് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുന്നു. വയനാട് നമ്പിക്കൊല്ലിയിൽ ലഹരിയുടെ ഉന്മാദത്തിൽ വ്യാപക ആക്രമണം അഴിച്ചുവിട്ട് അച്ഛനും മകനും. അമ്പലപ്പടി കീറ്റപ്പള്ളി സ്വദേശി സണ്ണിയും മകൻ ജോമോനുമാണ് പ്രദേശത്ത് മണിക്കൂറുകളോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. വാളുമായി എത്തിയ മകൻ ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാരെ ആക്രമിക്കുകയും ബസിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. വിവരമറിഞ്ഞെത്തിയ നൂൽപ്പുഴ പോലീസിന്റെ വാഹനവും തകർന്നു. ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈക്ക് വെട്ടേറ്റു. ഇരുവരെയും പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടി. കൊല്ലം കടക്കലിൽ 700 കിലോ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. പനമ്പള്ളി സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനത്തിനുള്ളിലെ ഷെഡിൽ നിന്നാണ് 10 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന വസ്തുക്കൾ പിടികൂടി. മുക്കുന്നം സ്വദേശി സിയാദിന്റെ കടയിൽ നിന്നാണ് വസ്തുക്കൾ ചടയമംഗലം എക്സൈസ് പിടികൂടി. തൃശൂരിൽ MDMAയുമായി യുവാവ് പിടിയിൽ. മതിലകം സ്വദേശി മുഹമ്മദ് ബഷീറാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 2.58 ഗ്രാം MDMAയും പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്.
തൃശൂർ വാണിയമ്പാറയിൽ കള്ള് കയറ്റി വന്ന പിക്കപ്പ് വാൻ ഇടിച്ച് 2 പേർ മരിച്ചു. വാണിയമ്പാറ സ്വദേശി ജോണി, മണിയൻകിണർ സ്വദേശി രാജു എന്നിവരാണ് മരിച്ചത്. അതിവേഗതയിൽ വന്ന പിക്കപ്പ് വാൻ ഇരുവരെയും പുറകിൽ നിന്നും ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരും മരിക്കുകയായിരുന്നു. തൃശൂരിൽ 6 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി കൃഷ്ണമൂർത്തിയെയാണ് ശിക്ഷിച്ചത്. ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിജ സേതുമോഹന്റേതാണ് വിധി. 2020-ൽ വീടിന്റെ പുറകുവശത്ത് വെച്ച് കൃഷ്ണമൂർത്തി കുട്ടിയെ ലൈംഗികമായി ആക്രമിക്കുകയാണ്. കൊല്ലം തേവന്നൂരിൽ വയോധികയെ ആക്രമിച്ച് മാല കവർന്ന് കൊലപ്പെടുത്തിയ പ്രതികൾക്ക് 6 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചു. കഠിനംകുളം സ്വദേശി ജ്യോതിഷി, മിന്നല്ലൂർ സ്വദേശി അജീഷ് എന്നിവരെയാണ് കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. നടന്നു പോവുകയായിരുന്ന വയോധികയുടെ കഴുത്തിൽ കിടന്ന 2.5 പവൻ തൂക്കം വരുന്ന മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ പരിക്ക് പറ്റിയ വയോധിക പിന്നീട് മരിക്കുകയാണ്. തൃശൂരിൽ അയൽവാസിയെ കൊലപ്പെടുത്തിയ കേസിൽ അച്ഛനും മകനും ജീവപര്യന്തം തടവിനൊപ്പം മറ്റു വകുപ്പുകളിലും ശിക്ഷ. മണലൂർ ഉല്ലാസ് റോഡ് തിരുത്തിയിൽ വേലുക്കുട്ടി, മകൻ അനിൽകുമാർ എന്നിവർക്കാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ ജഡ്ജി TK മിനിമോൾ ശിക്ഷ വിധിച്ചത്. ജീവപര്യന്തം കഠിന തടവിന് പുറമെ 5 വർഷം തടവും 2 ലക്ഷം രൂപ വീതം പിഴയും ഇരുവർക്കും ശിക്ഷ വിധിച്ചു. അയൽവാസികളായ ശോഭിത്തിനെ ആക്രമിക്കുകയും റബീഷിനെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് വിധി. തൃശൂർ കൊടുങ്ങല്ലൂരിൽ 48-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാള സ്വദേശി ശൈലേഷാണ് മരിച്ചത്. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ കുളപ്പുരയിലാണ് ശൈലേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മരണകാരണം വ്യക്തമല്ല. തമിഴ്നാട് ചെന്നൈയിൽ 17-കാരൻ ആത്മഹത്യ ചെയ്തു. അപ്പാർട്ട്മെന്റിന്റെ 4-ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയാണ് ചെന്നൈ സ്വദേശി കിഷോർ ജീവനൊടുക്കിയത്. നിറത്തിന്റെ പേരിൽ സഹപാഠികൾ കളിയാക്കിയതിന്റെ പേരിലാണ് ആത്മഹത്യ. സംഭവത്തിൽ കിഷോറിന്റെ അമ്മ സ്കൂൾ പ്രിൻസിപ്പലിന് പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു. തൃശൂർ ചാലക്കുടിയിൽ വനപാലകരെ അപായപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ആദിവാസി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. ഷോളയാർ സങ്കേതത്തിലെ അജയനെയാണ് മലക്കപ്പാറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഷോളയാർ വനം റേഞ്ച് ഓഫീസറുടെ വാഹനത്തിൽ വനപാലകർ പെട്രോളിംഗ് നടത്തുന്നതിനിടെ അജയൻ മാരുതി ഇക്കോ കാറുമായി ജീപ്പിലിടിപ്പിക്കുകയായിരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. കാരൂർ മഠം സ്വദേശി തനൂഫ്, മേത്തല സ്വദേശി ജിത്തുരാജ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അനാപ്പുഴ ഫിഷർമെൻ കോളനി സ്വദേശി കൃഷ്ണപ്രസാദിനെയാണ് കരിങ്കല്ല് കൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കാറിൽ വെച്ച് പഞ്ച് മത്സരത്തിൽ തോറ്റതിലുള്ള വൈരാഗ്യമാണ് കുറ്റകൃത്യത്തിന്. കൊല്ലം അഞ്ചലിൽ 2-അംഗ സംഘം വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല മോഷ്ടിച്ചു. ഇടമുളയ്ക്കൽ സ്വദേശിനി ഗിരിജയുടെ മാലയാണ് ബൈക്കിലെത്തിയ യുവാക്കൾ മോഷ്ടിച്ച് കടന്നു. യുവാക്കൾ വഴി ചോദിക്കുന്ന വ്യാജേന ഗിരിജയുമായി സംസാരിക്കുന്നതിനിടെ മാല മോഷ്ടിക്കുകയായിരുന്നു. സംഭവത്തിൽ അഞ്ചൽ പോലീസ് കേസ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ മിനി ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ഒരു വശവും ബസിന്റെ മുൻഭാഗവും ഭാഗികമായി തകർന്നു. മൈസൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കാറിൽ സഞ്ചരിച്ചിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മലപ്പുറം എടപ്പാളിൽ കാർ ഇടിച്ചു കയറി 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. എടപ്പാൾ സ്വദേശി ജാബിറിന്റെ മകൾ അമ്രുബിൻ ജാബിറാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന സ്ത്രീ പിന്നോട്ട് എടുക്കുന്നതിനിടയിൽ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്നവരെ ഇടിക്കുകയായിരുന്നു എന്നാണ്. കുട്ടിയുടെ ബന്ധുവായ സ്ത്രീക്കും കാറിലുണ്ടായിരുന്ന 2 സ്ത്രീകൾക്കും പരിക്ക്. കൊല്ലം കടയ്ക്കലിൽ തടിലോറി മറിഞ്ഞ അപകടം. പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂർ എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ പെട്ടി ഓട്ടോറിക്ഷ ഇടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. പാഴിയോട്ടുമുറി സ്വദേശി ഡേവിസ് ആണ് മരിച്ചത്. പാഴിയോട്ടുമുറി സെന്ററിൽ വെച്ചാണ് അപകടമുണ്ടായത്. വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന ഡേവിസിനെ ടാങ്കിൽ വെള്ളം കയറ്റി വരികയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷ ഇടിച്ചു. തിരുവനന്തപുരം കന്യാകുമാരിയിൽ തടി കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. 4 ഇരുചക്ര വാഹനങ്ങളും കാറുകളും തകർന്നു.
കുലശേഖരത്തു നിന്ന് തടി കയറ്റി വരികയായിരുന്ന ലോറി അടുത്തുള്ള വർക്ക്ഷോപ്പിലേക്കും കടകളിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ തിരുവട്ടാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം പത്തനാപുരം UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി MM നസീർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയാണ് പ്രതിഷേധം. തൃശൂരിൽ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏപ്രിൽ 30-നകം പൂർത്തീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജലസേചന വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് തുടങ്ങിയവർക്കാണ് കളക്ടർ നിർദ്ദേശം നൽകിയത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പാലക്കാട് ജില്ലാ സമ്മേളനം വാവന്നൂരിൽ നടന്നു. നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു സമ്മേളനം. ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളുടെ അനുബന്ധ പരിപാടിയായി നടന്ന സെമിനാറിൽ നിരവധി പ്രമുഖർ വിഷയാവതരണം നടത്തി. തൃശൂരിൽ ദേശീയ ആയുഷ് മിഷൻ വഴി ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിലേക്കും വിവിധ പദ്ധതികളിലേക്കുമായി തെറാപ്പിസ്റ്റ്, ആയുർവേദ തെറാപ്പിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ പുരുഷന്മാർക്കായി താൽക്കാലിക നിയമനം നടത്തും. 2025 ഏപ്രിൽ 9-ന് 40 വയസ്സ് കവിയാത്തവർക്ക് 22-ന് വോക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കും. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പീഡിയാട്രിക് സർജറി വിഭാഗത്തിലേക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് കരാർ നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. MBBS TCMC രജിസ്ട്രേഷനുമാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ ഏപ്രിൽ 15 ചൊവ്വാഴ്ച രാവിലെ 11-ന് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ ഹാജരാകും. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ 18 നില ഫ്ളാറ്റ് സമുച്ചയം ലഹരി മാഫിയകളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി മാറിയതായി പരാതി. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ കുന്നുംഭാഗം കണ്ണാശുപത്രിക്ക് സമീപത്തെ ഫ്ളാറ്റ് സമുച്ചയമാണ് സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി മാഫിയകളുടെയും താവളമായി മാറിയത്. ഇടുക്കി അടിമാലിയിൽ വ്യാപാരിയെ പ്രതിസന്ധിയിലാക്കി കേരള ബാങ്കിന്റെ ജപ്തി നടപടി. അടിമാലിയിൽ പഴം വ്യാപാരം നടത്തുന്ന ആലുവ സ്വദേശി അക്ബറിന്റെ കടയാണ് ബാങ്ക് അധികൃതർ എത്തി പൂട്ടിട്ടത്. അക്ബറിന് ബാങ്കുമായി ഇടപാടില്ലെങ്കിലും മാർക്കറ്റിംഗ് സൊസൈറ്റിക്കുള്ള കുടിശ്ശിക ഈടാക്കുന്നതിന് വേണ്ടിയാണ് ബാങ്ക് ജപ്തി നടപടിയിലേക്ക് കടന്നതെന്നാണ്. അതിവേഗ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.